നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജയിലിൽ കഴിയുന്ന ദേവസ്വം മുൻ കമ്മീഷണറും പ്രസിഡന്റുമായ എൻ വാസുവും പുറത്തേക്ക്. കൊല്ലം വിജിലൻസ് കോടതി എൻ വാസുവിന് സ്വാഭാവിക ജാമ്യം അനുവദിച്ചു. ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. SIT കുറ്റപത്രം സമർപ്പിക്കാത്തത് പഴുതാക്കിയാണ് ഇപ്പോൾ കേസിലെ പ്രതിയായ എൻ വാസുവും ജാമ്യം നേടിയത്. ദേവസ്വം മുൻ പ്രസിഡന്റും കമ്മീഷണറുമായ എൻ വാസു കട്ടളപ്പാളി കേസിലെ 3ാം പ്രതിയാണ്. അതേസമയം കേസിലെ പ്രതികളായ പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, KS ബൈജു എന്നിവരുടെ റിമാൻഡ് 14 ദിവസത്തേക്ക് കൂടെ നീട്ടി. എൻ വാസു സമർപ്പിച്ച സ്വാഭാവിക ജാമ്യ ഹർജിയിൽ വാദം പൂർത്തിയായ ശേഷമാണ് ഇന്ന് ജാമ്യം അനുവദിച്ചുകൊണ്ട് വിധി പറഞ്ഞത്. വാസുവിന്റെ റിമാൻഡ് കാലാവധി 90 ദിവസം പിന്നിട്ടതോടുകൂടിയാണ് സ്വാഭാവിക ജാമ്യം ലഭിച്ചത്. SIT കുറ്റപത്രം സമർപ്പിക്കാത്തത് കൂടി ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത്. വിവേചനം കാണിക്കാൻ പറ്റില്ലെന്നായിരുന്നു നേരത്തെ ഹർജി പരിഗണിച്ചപ്പോൾ കോടതി വ്യക്തമാക്കിയിരുന്നത്. ഇതോടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇതുവരെ 5 പ്രതികൾ ജാമ്യം തേടി പുറത്തിറങ്ങി. 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ 3 പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യമാണ് ലഭിച്ചത്. കുറ്റപത്രം നൽകുന്നത് ഇനിയും വൈകിയാൽ കേസിലെ പ്രതിയായ A പത്മകുമാറും സ്വാഭാവിക ജാമ്യം തേടി പുറത്ത് ഇറങ്ങാനുള്ള സാഹചര്യമാണ് ഉള്ളത്. തന്ത്രി കണ്ഠരര് രാജീവരുടെ 2 കേസുകളിലെയും ജാമ്യ ഹർജികളിൽ ഇന്നലെ വാദം പൂർത്തിയായിരുന്നു. ഈ മാസം 18-നാണ് വിധി പറയുന്നത്. കേരളത്തിൽ എയിംസ് ഉണ്ടോ എന്ന സുപ്രീം കോടതി ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞുള്ള ഉത്തരവ് നീട്ടി. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച സുപ്രീം കോടതി അറസ്റ്റ് തടഞ്ഞ ഉത്തരവ് നീട്ടി. ജയശ്രീയിലെ അറസ്റ്റ് നേരത്തെ സുപ്രീം കോടതി തടഞ്ഞിരുന്നു. ഈ ഉത്തരവാണ് നീട്ടിയത്. ജയശ്രീയുടെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിനിടയിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ആർക്കും മുൻകൂർ ജാമ്യം നൽകില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ശബരിമലയിലെ മുഴുവൻ സ്വർണവും അടിച്ചുമാറ്റിയെന്ന ഇന്നലെ വാർത്ത കണ്ടുവെന്നും കൊടിമരത്തിൽ നിന്നടക്കം സ്വർണം പോയെന്ന വാർത്ത വായിച്ചുവെന്നും കോടതി വിമർശിച്ചിരുന്നു. ജയശ്രീക്ക് ചികിത്സയ്ക്ക് എയിംസിൽ സജ്ജീകരണം നൽകാമെന്ന് പറഞ്ഞ കോടതി കേരളത്തിൽ എയിംസ് ഉണ്ടോ എന്നും ചോദിച്ചു. ഇല്ലെങ്കിൽ മറ്റ് ആശുപത്രികളിൽ സൗകര്യം നൽകാമെന്നും കോടതി വ്യക്തമാക്കി. ഏതായാലും ജാമ്യം കിട്ടിയ വാസു നേരെ പോകുന്നത് ഒരുപക്ഷെ ക്ലിഫ് ഹൗസിലേക്കായിരിക്കാം. മുഖ്യമന്ത്രി നേരിൽ കണ്ട് നന്ദി പറയാനായിരിക്കാം ഒരുപക്ഷെ പോകുന്നത്. കാരണം സ്വാഭാവികമായി ഈ പറയുന്ന പോലെ കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യം ഒക്കെ തന്നെ അത് വഴിവെച്ച് തന്നതിന് വളരെ നന്ദി എന്നൊരു പക്ഷേ നന്ദി പറയാൻ പോകുന്നതായിരിക്കാം. നമുക്ക് വിമർശനം സമൂഹ മാധ്യമങ്ങളിൽ സജീവം.